കരുവന്നൂരിനൊപ്പം മറ്റ് സഹകരണ ബാങ്ക് ക്രമക്കേട് പരാതികളിലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇ.ഡി. അയ്യന്തോൾ, തൃശൂർ സഹകരണ ബാങ്കുകളിൽ നേരത്തെ ഇ.ഡി. റെയ്ഡ് നടത്തിയിരുന്നു. കിരൺകുമാർ ചേരുന്നു. കിരണ്, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന് പുറമെ മറ്റ് സഹകരണ ബാങ്കുകൾ, പരാതി ഉയർന്നിട്ടുള്ള മറ്റ് സഹകരണ ബാങ്കുകളുടെ പരാതികളിലും കൂടി ഇ.ഡി. അന്വേഷണം ഊർജിതമാക്കുമ്പോൾ ഏതൊക്കെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി ഇ.ഡി. തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക? രോഹിണി, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ അന്വേഷണത്തിനിടയിലാണ് മറ്റ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ കൂടി ഇ.ഡിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അന്വേഷണം അത്തരത്തിൽ നീങ്ങുകയും കൂടി ചെയ്തിരുന്നത്. തൃശ്ശൂർ അയ്യന്തോൾ സഹകരണ ബാങ്ക്, തൃശ്ശൂർ കോപ്പറേറ്റീവ് സഹകരണ ബാങ്ക് അടക്കമുള്ള ഈ സഹകരണ ബാങ്കുകളിലാണ് ഇത്തരത്തിൽ മറ്റ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അനധികൃതമായിട്ട് സ്വീകരിച്ചിട്ടുള്ള നിക്ഷേപങ്ങൾ ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ചിരുന്നത്. ഒപ്പം തന്നെ അനധികൃതമായിട്ടുള്ള ലോണുകൾ അനുവദിച്ചു കൊടുക്കാനായിട്ടും ഈ ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇ.ഡിയുടെ കണ്ടെത്തലുള്ളത്. ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള പി. സതീഷിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. ഇയാൾ മറ്റ് ബാങ്കുകളുമായിട്ട്, ഈ അയ്യന്തോൾ ബാങ്കും ഒപ്പം തന്നെ തൃശ്ശൂർ കോപ്പറേറ്റീവ് ബാങ്കും ആ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ക്രമക്കേടുകൾ നടത്തി എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. കൂടാതെ തന്നെ സർക്കാരും നേരിട്ട് ഈ ചില തട്ടിപ്പുകളിലേക്ക് സർക്കാരിൻ്റെ കൂടി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സംശയം തന്നെയാണ് ഉയരുന്നത്. ഈ ക്ഷേമ പെൻഷനുകൾ അടക്കം നൽകുന്നതിന് വേണ്ടി ഈ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ സ്വീകരിച്ചുകൊണ്ട് സർക്കാർ നീക്കം നടത്തിയിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. 15,000 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ പരിശോധനകൾ നടന്നിരുന്നത്. നേരത്തെ ഈ അയ്യന്തോളിലെയും തൃശ്ശൂർ കോപ്പറേറ്റീവ് ബാങ്കിലേക്കും പരിശോധന നടത്തിയിരുന്നു. കൂടാതെ ഹോട്ടൽ വ്യവസായിയായിട്ടുള്ള ദീപകിൻ്റെ കൊച്ചിയിലുള്ള വീടുകളിലടക്കം ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇ.ഡി. അന്വേഷണം നടത്തിയിരുന്നതാണ്. ഏതായാലും ഈ സഹകരണ ബാങ്കുകൾക്ക് കൂടി ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇ.ഡി. കരുതുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളിലേക്കുള്ള അന്വേഷണം ഇനിയും വ്യാപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രോഹിണി. ശരി, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.